ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഫ്ലവർ ഇതാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ട സാധനങ്ങൾ: ക്രേപ്പ് പേപ്പർ, കമ്പി, നൂല്, കത്രിക, ഗ്രീൻ ടാപ്പ്, പശ. ആദ്യം 8 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയും ഉള്ള ക്രേപ്പ് പേപ്പറിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ഇത് രണ്ടായിട്ട് മടക്കാം. ഈ രീതിയിൽ മടക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് പശ തേച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കൈ ഉപയോഗിച്ച് ഒന്ന് പരത്തി കൊടുക്കാം. പിന്നീട് മറു സൈഡ് ഇതിൻ്റെ പശ തേച്ച ഭാഗത്തിൻ്റെ ഉള്ളിലോട്ടായിട്ട് വച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഈ രീതിയിൽ ഒട്ടിക്കാം. ഇനി ഒരു കമ്പി എടുത്ത് അതിൻ്റെ അറ്റം ഒന്ന് മടക്കാം. പിന്നീട് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് പേപ്പറിൻ്റെ ഒരു പീസ് ഉപയോഗിച്ച് ഒരു ചെറിയ മുട്ട് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഇതിനു പകരം ബഡ്സ് ഉപയോഗിക്കാം. അതല്ല വെള്ള മുത്തുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് അത് ഉപയോഗിച്ച് ചെയ്യാം. ഈ രീതിയിൽ ഒരു മുട്ട് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ പേപ്പറിൻ്റെ സെൻറ്റർ ഭാഗത്തായി നമുക്ക് ഈ മുട്ട് വെച്ച് ഈ പേപ്പർ കമ്പിയിൽ വെച്ച് ഒന്ന് കെട്ടി കൊടുക്കാം. നൂല് ഉപയോഗിച്ച് കെട്ടാം. കെട്ടിയെടുത്ത ശേഷം ആ ഭാഗം ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചൂണ്ടാവിരൽ ഉപയോഗിച്ച് ഇതിൻ്റെ ഉൾഭാഗം നന്നായി വിടർത്തി കൊടുക്കാം. ഈ കാണുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാം. പിന്നീട് ഇതിൻ്റെ അഗ്രഭാഗം 4 വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ കാണുന്ന രീതിയിൽ പുറത്തോട്ട് വിടർത്തിയെടുക്കാം. നന്നായി വിടർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയായി. ഇനി ഇതിലോട്ട് മുട്ടുണ്ടാക്കാൻ വേണ്ടി 4x4 സെൻറ്റിമീറ്ററിലുള്ള ക്രേപ്പ് പേപ്പറിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് ചുരുട്ടിയെടുക്കാം. പിന്നീട് അതിൻ്റെ ഒരു ഭാഗം നന്നായി കൈ ഉപയോഗിച്ച് ഒന്ന് ചുരുട്ടാം. ചെറിയ ഒരു കൂർപ്പ് വരുന്ന രീതിയിൽ ഈ ഷേപ്പിൽ ചുരുട്ടിയെടുക്കാം. ഇനി ഇത് ഒരു കമ്പിയിൽ വച്ച് കെട്ടി കൊടുക്കാം. ഈ രീതിയിൽ കമ്പിയിൽ വെച്ച് ഒന്ന് കെട്ടാം.
ഇനി ഈ കെട്ടിയ ഭാഗവും നമുക്ക് ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്യാം. ഇനി ഇത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്